ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ കരിയറിലൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. എൻ്റെ സ്പൈഡർ വർക്സിലെ 2 years ജേർണി ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ദേ അപ്പോൾ ഒരു ചെറിയ ഫോർമൽ ലുക്കിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ സാധാരണ ഫോർമൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ എന്തോ ഫോർമൽസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ദേ ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ടെമ്പററി ഓഫീസ്. ആക്ച്വലി നമ്മുടെ ഓഫീസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു നല്ല വീടാണ് തൽക്കാലം നമ്മൾ ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ദേ എൻ്റെ ലാസ്റ്റ് ലോഗിൻ ചെയ്യുകയാണ്. എനിക്ക് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ അവിടെ എവിടെയൊക്കെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രൊജക്റ്റ് ഹാൻഡ് ഓവറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ അതാണ് എൻ്റെ പണി. അപ്പോൾ ദേ പോണതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഹാളിലേക്ക് വന്ന് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുകയാണ് എല്ലാവരുടെയും. എല്ലാവരും പണിയിലൊക്കെ മുഴുകിയിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഓഫീസിലെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്. ഇവിടെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ ചില സമയത്ത് ഇവിടെ വന്നിരുന്ന് വർക്ക് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി മഴയുള്ള സമയത്ത് ഇവിടെ ഇരുന്നാൽ ഭയങ്കര റിഫ്രഷിങ്ങാണ്. അങ്ങനെ പതിവ് പോലെ 4 മണി ആയപ്പോഴേക്കും അണ്ണനെത്തി. അങ്ങനെ ഒരു കോഫിയും സമൂസയും പാസ്സാക്കി ഇരിക്കുമ്പോൾ അതേ പിള്ളേർ ഗിഫ്റ്റും ആയിട്ട് വന്നു. ആ ബബ്ലി മാനേജർ മേടിച്ചു തന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുതിയ ഓഫീസിലേക്ക് പോയി. പുതിയ ഓഫീസിൽ വെച്ചിട്ട് ഞങ്ങൾക്കൊരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് പാട്ടും ഡാൻസും ഗ്രൂപ്പ് സോങ്സും നമ്മൾ കുറച്ച് ഗെയിംസും പിന്നെ ദംഷ്രാജും അങ്ങനെ കുറേ പരിപാടികളുണ്ടായി. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇതേ ഇങ്ങനൊരു മെമ്മറി ചാർട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതേപോലെ നമ്മളുടെ ഫോട്ടോസും സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ തിരിച്ച് ഓഫീസിലെത്തിയിട്ട് സൈൻ ഔട്ട് ലോഗൗട്ട് ചെയ്യാണ്. ഇത് ആക്ച്വലി ഒരു ഇമോഷണൽ മൊമെൻ്റ് തന്നെയാണ്. കാരണം ഞാൻ ആ 2 years ആയിട്ട് വർക്ക് ഫ്രം ഓഫീസിലുള്ള എല്ലാവരുമായിട്ടും ഉണ്ടാക്കിയ ബോണ്ട് കുറേ നാളത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴെങ്കിലും ഒരിക്കലും പോയല്ലേ പറ്റൂ.